ഞാനൊന്ന് പറയട്ടെ. എന്താണ് പ്രധാനമന്ത്രി 24 മുമ്പ് ഇങ്ങോട്ട് എത്തുന്നെന്ന് കൃത്യമായിട്ടൊരു തീയതി കിട്ടിയില്ല. അല്ല, ഇത് 8-ാം തീയതിയിലെ പത്രമല്ലേ? ഇതിലാണ് അത് ഇത് പഴയ പത്രം. ഞാൻ ഇന്നത്തെ പത്രത്തിലെ കാര്യം ഓർത്തു. അങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചപ്പോൾ പാർട്ടിയിൽ വിവരമൊന്നും കിട്ടിയില്ല. അല്ല, വിവരമൊക്കെ എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു. പത്രത്തിൻ്റെ കാര്യം പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു പോയതാടേ. പക്ഷേ കൃത്യമായിട്ടൊരു തീയതി അറിയാതെ നമ്മളെങ്ങനെ മുന്നൊരുക്കങ്ങൾ നടത്തുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, 24 മുമ്പെന്ന് പറയുമ്പോൾ 12-ാം തീയതി എങ്ങനെ? 12 എന്താ? അല്ല, ഇടതിൻ്റെ പ്രതിഷേധം. പ്രതിഷേധം. ഇനിയിപ്പോൾ ആ പ്രതിഷേധം നടന്നാലും അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മോദിജി വന്നാലും അതിന് കാണാൻ ആൾക്കാരുണ്ടാവും. അല്ലണ്ണ, ഈ ഭായ് ഓർ ബഹനോ എന്നൊക്കെ വിളിക്കുമ്പോൾ ആരും ഇല്ല. കുറച്ച് ന്യൂജൻ ബഹന്മാരെ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കും. അവരുടെ പുറകെ ഭായിമാർ വന്നോളൂ. ഇനി ആ ഭായിമാർ വന്നില്ലെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഭായിമാരെ അങ്ങ് ഇറക്കും. ഏതാ കാശ്മീരിൽ നിന്ന് ഇറക്കാൻ അറിയുന്ന ഞങ്ങൾക്ക് പെരുമ്പാവൂരിൽ നിന്ന് ഇറക്കാൻ വലിയ പാടൊന്നുമില്ല. അല്ല, എന്നാലും ആളില്ലെങ്കിൽ പണിയാണ്. അതൊക്കെ അപ്പം നോക്കാം. പക്ഷേ ഈ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ടൊന്ന് അറിയണം. എന്തായാലും കുറച്ചധികം പരിപാടിയുണ്ട്. മൊത്തം അങ്ങ് നിറയ്ക്കണം. എന്തോന്നിട്ട് നിറയ്ക്കുക? തോരണങ്ങൾ കൊണ്ട് തിരുവനന്തപുരം അങ്ങ് വികസിതമാകും. അതാണ് വികസിത തിരുവനന്തപുരം. ആ വികസിത തിരുവനന്തപുരം അല്ല, ഇത് തോരണങ്ങൾ കൊണ്ട് നിറയുന്ന തിരുവനന്തപുരം. കോർപ്പറേഷൻ കെട്ടിടം അങ്ങനെ തോരണങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങ് നിറയണം. അതാണ് കോർപ്പറേഷൻ കെട്ടിടത്തിലെ വാടക പ്രശ്നം. അത് വേറെ സംഭവം. അതായത് ഇന്നലത്തെ അയാളുടെ പറച്ചില് ഞങ്ങൾക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. സംഭവം ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ അതിന് വേണ്ട അന്വേഷണം കാണും. ചിലപ്പോൾ കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ വാടക സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം കാണും. ചിലപ്പോൾ നടപടിയെടുക്കും. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ ഭരിക്കും. ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ അങ്ങനെ അങ്ങോട്ട് നിൽക്കട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഈ പ്രധാനമന്ത്രി വരുന്നതിനെ സംബന്ധിച്ച് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. അല്ല, അപ്പം മുൻ MLA സപ്പോർട്ട് ചെയ്ത വിഷയം മറ്റേ വിഷയം. അതിൻ്റെ അകത്ത് മുൻ MLA സപ്പോർട്ടാണല്ലോ. MLA ഓഫീസിൽ പൊക്കോളം പറഞ്ഞു. ശരിയാ. അത് ഞാൻ ഇന്നാകട്ടെ ശ്രദ്ധിച്ചത്. എന്നാൽ ഇവന്മാരെങ്ങാനും എന്തായാലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരു കൈയും നീട്ടി അങ്ങ് സ്വീകരിക്കും. എന്തായാലും എല്ലാവർക്കും അവസാനമാകുമ്പോൾ ഞങ്ങളെ അങ്ങ് വേണം. എനിക്കും അതിന്റെ കുട്ടൻസ് മനസ്സിലാവുന്നില്ല. അതിന്റെ കുട്ടൻസ് എന്താണെന്നറിയോ? അതായത് ഈ ഇടതുമുണ്ട് വലതുമുണ്ട്. ഈ ഇടതും വലതും എന്നൊക്കെ പറഞ്ഞത് ഈ അലോപ്പതിയും ആയുർവേദം പോലെ. പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ ഒന്നുകിൽ നമ്മൾ അലോപ്പതി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ആയുർവേദം എടുക്കും. ഈ ഞങ്ങളെന്ന് പറഞ്ഞത് ഈ ഹോമിയോ മരുന്ന് പോലെയാണ്. അതായത് ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അലോപ്പതി പോവോ ആയുർവേദത്തിന് പോവോ? ഹോമിയോ തന്നെ വേണം. അതേപോലെയാണ് ഞങ്ങളെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഒറ്റവട്ടം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അയ്യോ, കുറച്ചധികം പണിയുണ്ട്. അപ്പം അതിനുള്ള കാര്യങ്ങൾ തീരുമാനമാക്കണം. ഡേറ്റ് കൂടെ പ്രശ്നം. ഇത് പഴയ പത്രം. ഇനി എന്തൊക്കെ ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തും. നീ ആരാ? നീ എന്താ ഇവിടെ? അല്ല അണ്ണാ, കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പേരെ ചാടിച്ചില്ലേ, അത് ഞാനാ. അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. അപ്പം ഈ വേറൊന്നുമില്ല. അപ്പൊ ഇതിനായി അപ്പൊ ഒന്നുമില്ല. പുറത്ത് ഞാൻ വലതനായിട്ട് അഭിനയിക്കുന്നു. എന്തായാലും ഇതൊക്കെ കണ്ടുപഠിക്കും. പിന്നെ ഉള്ളിലുള്ള ഖദറിന്റെ കോണം എങ്ങാനും പുറത്ത് കാണിച്ച കുറുവടി എടുക്കും ഞാൻ. ഇല്ല, ഞാൻ നന്നായി. ഇനി ഞാനൊന്ന് പറയട്ടെ.